ജീവിതത്തിൽ ഒരിക്കലെങ്കിലും മൗത്ത് അൾസർ വരാത്തവർ വളരെ ചുരുക്കമായിരിക്കും. അതുകൊണ്ടുണ്ടാവുന്ന അസ്വസ്ഥതയും അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ ഉണ്ടാവുന്ന നീറ്റലൊക്കെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അൾസർ വരുന്നത് സാധാരണയായിട്ട് നാവിൽ, അതുപോലെ തന്നെ ചുണ്ടിൽ, കവിളിൽ, പിന്നെ മോണയിലൊക്കെയാണ് സാധാരണയായി മൗത്ത് അൾസർ കാണപ്പെടുന്നത്. ഇത് സാധാരണ 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ സ്വയം അപ്രത്യക്ഷമാവും. പക്ഷേ അതിൻ്റെ ഉള്ളിൽ നമ്മളിത് ഒരുപാട് ബുദ്ധിമുട്ടിക്കും എന്നുള്ളതാണ് വാസ്തവം. അൾസർ വരാൻ സത്യത്തിൽ ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽ മെയിനായിട്ട് ഉള്ളത് സ്ട്രെസ്സാണ്. മാനസിക സമ്മർദ്ദമുള്ള ആളുകളിൽ സാധാരണയായി അൾസർ കൂടുതലായിട്ട് കാണാറുണ്ട്. ചില എക്സാംസ് നടക്കുന്ന സമയങ്ങളിലൊക്കെ കുട്ടികളിലൊക്കെ ഇത് ധാരാളം കാണാറുണ്ട്. അതുപോലെ ഉറക്കമില്ലായ്മ അനുഭവപ്പെടുന്ന ആളുകളിൽ, അതുപോലെ ചില മരുന്നുകൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന ആളുകളിൽ, അതായത് ആൻറ്റിബയോട്ടിക്സ്, പെയിൻ കില്ലർ, ചില ഹാർട്ടിന് കഴിക്കുന്ന അസുഖത്തിന് കഴിക്കുന്ന മരുന്നുകളിലൊക്കെ ഇതേപോലെ മൗത്ത് അൾസർ കാണാറുണ്ട്. ഇനി ചില പല്ലുകൾ ഷാർപ്പായിട്ട് ഇരുന്നിട്ട് അത് കവിളിലോ നാവിലൊക്കെ കൊണ്ടിട്ട് വായിൽ അൾസർ വരാറുണ്ട്. അതുപോലെ ബി കോംപ്ലക്സ് ഡെഫിഷ്യൻസി, വൈറ്റമിൻ ബി കോംപ്ലക്സ് ഡെഫിഷ്യൻസി കൊണ്ടൊക്കെ മൗത്ത് അൾസർ സാധാരണയായിട്ട് വരാറുണ്ട്. ഈ സ്ട്രോബെറി, പൈനാപ്പിൾ പോലുള്ള അസിഡിക് ആയിട്ടുള്ള ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ ചിലരുടെ ഇതേപോലെ മൗത്ത് അൾസർ കാണപ്പെടാറുണ്ട്. അതുപോലെ തന്നെ ഗ്യാസ്ട്രിക് പ്രോബ്ലം ഉള്ള ആളുകളിൽ മൗത്ത് അൾസർ കാണാറുണ്ട്. ചില വെപ്പുവല്ലുകൾ വെച്ചിട്ട് അത് കറക്റ്റായിട്ട് ഫിറ്റിംഗ് അല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ വായിൽ അൾസർ കാണാറുണ്ട്. ചിലർക്ക് ടൂത്ത് പേസ്റ്റിലുള്ള ചില കണ്ടൻറ്റുകൾ കൊണ്ടൊക്കെ വായിൽ അൾസർ വരാറുണ്ട്. ഇനി കുറച്ച് കാര്യങ്ങൾ ഈ അൾസർ വരുന്ന സമയത്ത് നിങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. അതിൽ ഒന്ന്, എരിവുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ. എരിവുള്ള സാധനങ്ങൾ മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കുക. അത് കഴിക്കുമ്പോൾ പിന്നെയും അൾസർ കൂടുതൽ മോശാവസ്ഥയിലേക്ക് പോകും. അതുപോലെ തന്നെ അസിഡിക് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഒഴിവാക്കുക. മദ്യം, ടൊബാക്കോ, സോഡ, അതുപോലെ തന്നെ സോഫ്റ്റ് ഡ്രിങ്ക്സ്, ഇതൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. ഷാർപ്പ് ടൂത്ത്, അതുപോലെ തന്നെ ഡെഞ്ചർ, അതായത് വെപ്പുവല്ലുകൾ കറക്റ്റായിട്ട് ഫിറ്റിംഗ് അല്ലാത്തതുകൊണ്ടുണ്ടാവുന്ന മൗത്ത് അൾസറൊക്കെ നമുക്കൊരു ഡെൻറ്റിസ്റ്റിനെ പോയി കണ്ടിട്ട് വേണ്ട വിധത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കാവുന്നതാണ്. വായിൽ അൾസർ വരുമ്പോൾ വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റിയ കുറച്ച് ഹോം റെമഡീസ് ഉണ്ട്. വാം സാൾട്ട് വാട്ടർ, അതായത് ചെറിയ ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് നല്ലതുപോലെ കഴുകുക. ഇത് ഒരുപാട് തവണ ചെയ്യാൻ ശ്രമിക്കുക. ഇനി ഹണി, കോക്കനട്ട് ഓയിൽ, ഇവ രണ്ടിലും ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് അൾസറിനകത്ത് അപ്ലൈ ചെയ്യുന്നത് കുറേയൊക്കെ റിലീഫ് കിട്ടുന്നതാണ്. ഇനി ഐസ് ക്യൂബ് അൾസറിൽ വെക്കുന്നത് നിങ്ങൾക്ക് പെയിന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതുപോലെ തൈര് അപ്ലൈ ചെയ്യാം. വൈറ്റമിൻ B12 റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അതുപോലെ ലിഗ്നോക്കെയിൻ ജെല്ല്, ഇത് നിങ്ങൾക്ക് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മേടിക്കാൻ കിട്ടും. ഇത് നിങ്ങൾ അൾസറിൽ അപ്ലൈ ചെയ്യുന്നത് പെട്ടെന്ന് തന്നെ ശമനം ഉണ്ടാക്കും. അതുപോലെ മൗത്ത് വാഷ്, അതായത് ക്ലോറക്സിലിൻ കണ്ടൻ്റ് ഉള്ള മൗത്ത് വാഷ് ഈ അൾസറുള്ള സമയത്ത് നിങ്ങൾക്ക് മേടിച്ച് ഉപയോഗിക്കാവുന്നതാണ്. ഇനി അൾസർ ഉള്ള സമയത്ത് നിങ്ങൾ മാക്സിമം സോഫ്റ്റ് അല്ലെങ്കിൽ അൾട്രാ സോഫ്റ്റ് ബ്രഷ് ഉപയോഗിക്കാൻ ശ്രമിക്കുക. അതുപോലെ ധാരാളം വെള്ളം കുടിക്കുക. 2 ആഴ്ചയിൽ കൂടുതൽ, അതായത് ഉണങ്ങാതെ നിൽക്കുന്ന അൾസറൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊരു ഡോക്ടറെ കണ്ടിട്ട് ട്രീറ്റ്മെൻറ്റ് നിർബന്ധമായിട്ടും എടുക്കേണ്ടതാണ്.